എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പോൾ ഇത് നോക്കിയേ, ഇതുണ്ടല്ലോ എൻ്റെ ഒരു ഡബിൾ പെറ്റൽ അടീനിയാണ് കേട്ടോ. ഇത് ഞാൻ 2 ദിവസം മുമ്പ് നോക്കിയപ്പോൾ ഇതിന് കുഴപ്പമുണ്ടായില്ല കേട്ടോ. ഇതുമേണ് ആ പുഴു വന്നായിരുന്നത്. പുഴു വന്ന് ഇലയൊക്കെ തിന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ വെള്ളം ഇറങ്ങി കേട്ടോ. ഇത് മുട്ട വരെ വന്നതായിരുന്നു. അപ്പം മുട്ടുണ്ടായിരുന്നു, പൂവിൻ്റെ നല്ല മുട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ലൈറ്റ് പിങ്ക് കളറ് ഡബിൾ പെറ്റലായിരുന്നു കേട്ടോ. അപ്പോൾ ദേ ആ സാധനം ഇവിടെ ചീഞ്ഞാക്കാണ് വേണ്ടതേ, ചീഞ്ഞ് ഇത് പോയി കണ്ട. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കളയണം കേട്ടോ. അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത് എത്രയും പെട്ടെന്ന് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഈ സംഭവം ചെടിയെ പാടെ പോട്ടോ. അപ്പോൾ അതായത് നമ്മൾ ഇത്രയും വെച്ച് കട്ട് ചെയ്യാണ്. ഇതൊക്കെ കണ്ടോ, കുറച്ചുകൂടിയും കട്ട് ചെയ്യണം കേട്ടോ. അങ്ങോട്ട് നീങ്ങി വന്നിട്ടുണ്ട് കേട്ടോ കുറച്ചുകൂടി. ചുടിയും കട്ട് ചെയ്യാം. ഇനി മതി കേട്ടോ. അപ്പം നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ ചെടി ആയിക്കഴിഞ്ഞാൽ അടിയിലും ചെടി എന്തോരം ചീഞ്ഞാലും അത് നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ മുറിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾക്കെന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലയുടെ കട്ട് ചെയ്ത് കളയാം. നമുക്കൊരു സാഫ് തേച്ച് കൊടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരെണ്ണത്തിന് മാത്രം തേക്കുന്നത് കൊണ്ട് ഞാനിപ്പോൾ അതിന് ഗ്ലൗസ് ഒന്നും ഇടണില്ല. ഇതേ തേച്ച് കൊടുക്കാം കേട്ടോ. ശരിക്കും തേച്ച് കൊടുക്കാം. ഇല പോയി എടുത്ത് വെച്ച് കൊടുക്കാം കേട്ടോ. കണ്ടോ. അപ്പം ഇനിയിപ്പോൾ കോഡക്സിന് ഇത് ഞാനേ ഇതിൻ്റെ ചെടി വേറെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യമേ ഞാൻ തണ്ട് വെട്ടി നട്ടതാണ് കേട്ടോ. ഇതിൻ്റെ മദർ പ്ലാന്റ് വേറെ ഉണ്ടായിരുന്നു. അപ്പോൾ തണ്ട് വെട്ടി നട്ടത് ഈ ഡബിൾ പെറ്റലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതാണ് ഇങ്ങനെയായത്. അപ്പോൾ നമുക്ക് ഈ മഴക്കാലം മാറുന്ന വരെ നമുക്ക് പുറത്ത് വയ്ക്കരുത്. മഴവെള്ളം വീഴാത്തടത്ത് നമ്മൾ മാറ്റി വയ്ക്കണം കേട്ടോ. ഈ പ്രാവശ്യം എൻ്റെ കുറച്ച് ചെടികൾക്ക് കേടുപാട് വന്നിട്ടുണ്ട്. കാരണം എനിക്ക് വെക്കാൻ സ്ഥലമില്ലാത്ത കാരണം ഞാൻ എല്ലാവരും അവിടെ തന്നെ ഇരുന്നു കേട്ടോ. കുറച്ച് സാധനങ്ങളൊക്കെ മാറ്റി സൈഡിൽ വെച്ചിട്ടുള്ളൂ, സ്ഥലമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ ഇരുന്നു. കുറച്ചൊക്കെ ചീത്തയായിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ മോശമായി നമ്മൾ ആദ്യം നോക്കി കേട്ടോ. ഇനി ബാക്കിയത്തൊക്കെ നമുക്ക് പതുക്കെ നോക്കി ഓരോന്ന് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അടുത്ത നല്ലൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.